പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ കൃപയാൽ നമുക്ക് ദിവസം കൂടി ഈ നിലയിൽ പരസ്പരം ബന്ധപ്പെടുവാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ഏതെല്ലാം നിലയിൽ കഴിയുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ തലമുറയിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. ഈ ലോകജനം ലോകമോഹങ്ങളിൽപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യുക. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് സ്വർഗീയ പൗരന്മാരാക്കി നമ്മളെ മാറ്റി ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ പരദേശികളെന്ന് നമ്മളെ തന്നെ എണ്ണി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമുക്ക് അവസരം തരുന്നു ഓർത്ത് നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഇന്നും നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം ഏൽപ്പിച്ച് നൽകിയത്, അത് നമ്മൾ ധ്യാനിച്ച് ആ വചനത്തിൽ നിലനിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവോദ്ദേശം. ഇന്നും നമ്മൾ അല്പസമയം തിരുവചന ധ്യാനത്തിലേക്ക് വേണ്ടി നമ്മൾ തിരികെയാണ്. വളരെ ഒരുക്കത്തോടെ, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹമായി മാറും. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയമായി നിലനിൽക്കുന്ന 3 സമ്പത്തുകളെ കുറിച്ചാണ്. ദൈവം നമുക്ക് ആ സമ്പത്തുകൾ ദാനമായി നൽകിയിരിക്കുന്നു. ആ ദാനത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 3 സമ്പത്തുകൾ അത് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുക. ആദ്യം ഞാൻ ആ 3 സമ്പത്തുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് അതിലോരോന്നായി നമുക്ക് ചിന്തിക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്ന് പറഞ്ഞു തീരാത്ത ദാനം. പറഞ്ഞു തീരാത്ത ദാനം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനം നമ്മൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. അത് അത്രമാത്രം വലിയ ദാനമാണ്. രണ്ടാമത്തെ കാര്യം, പറഞ്ഞു തീരാത്ത സന്തോഷം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ എത്ര വർണ്ണിച്ചാലും അത് പറഞ്ഞു തീരുകയില്ല. അത് തീർക്കാൻ കഴിയില്ല. അത് പറയുന്തോറും അത് പെരുകിക്കൊണ്ടിരിക്കും. പറഞ്ഞു തീരാത്ത സന്തോഷം. മൂന്നാമത്തെ കാര്യം, പറഞ്ഞു തീരാത്ത അനുഭവം. പറഞ്ഞു തീരാത്ത അനുഭവം. ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് എത്ര പറഞ്ഞാലും തീരാത്ത വിധം അനുഭവങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മൾ തിരുവചനത്തിലൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യം നിങ്ങൾ ഓർക്കുമോ? 1, പറഞ്ഞു തീരാത്ത ദാനം. 2, പറഞ്ഞു തീരാത്ത സന്തോഷം. 3, പറഞ്ഞു തീരാത്ത അനുഭവം. നിങ്ങൾക്ക് കാണാപ്പാടമായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞു തീരാത്ത ദാനം, പറഞ്ഞു തീരാത്ത സന്തോഷം, പറഞ്ഞു തീരാത്ത അനുഭവം. ഇത് 3 ഒരു ദൈവപൈതലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയുന്നത് എത്ര ശ്രേഷ്ഠമായിരിക്കും. നമ്മൾ ചിന്തിക്കുക. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ആ വ്യക്തിക്ക് ഏറ്റവും സന്തോഷപ്രദവും ഏറ്റവും വലിയ പ്രമോഷനുമാണ്. അതിനപ്പുറമുള്ളൊരു പ്രമോഷൻ ഈ ലോക ജീവിത യാത്രയിലില്ല. പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ, കാഴ്ചപ്പാടില്ലാത്തവർ ചിലപ്പോൾ ദുഃഖിതരായെന്ന് വരാം, നിരാശരായെന്ന് വരാം, ഭയപ്പെട്ടെന്ന് വരാം. ഇതൊക്കെ സംഭവിക്കുന്നത് അജ്ഞത കൊണ്ടാണ്. അജ്ഞത. അപ്പോൾ നമ്മൾ അറിയേണ്ട സത്യങ്ങളെ ശരിയാവണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെല്ലാം യഥാർത്ഥ കാഴ്ചപ്പാട് ലഭിച്ചവർ അവർ വളരെ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാനിടയായി. അതിൻ്റെ അർത്ഥം അവർക്ക് കഷ്ടങ്ങളില്ലായിരുന്നു എന്നുള്ളതല്ല. കഷ്ടങ്ങൾ എണ്ണിയാൽ തീരാതോളം കഷ്ടങ്ങൾ, ലോക മനുഷ്യരെക്കാളും വലിയ കഷ്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ വളരെ സന്തോഷത്തോടെ അതെല്ലാം സഹിച്ചു. കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തെ
അല്ലെങ്കിൽ കടത്തി വെട്ടുവാൻ ഈ ലോകത്തിലെ ഒരു പ്രതികൂലത്തിനും കഷ്ടതയ്ക്കും കഴിയില്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം. അതൊരു വലിയ സത്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഒന്നാമത്തെ ആ കാര്യം പറഞ്ഞു തരാത്ത ദാനം, അത് ഞാൻ അന്നേരം ഞാൻ റെഫറൻസ് പറഞ്ഞില്ല, ഇനി ഞാൻ റെഫറൻസിൽ കൂടി പറയും. അപ്പോൾ 2 കൊരിന്ത്യർ 9-ാം അധ്യായം 15-ാം വാക്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഞാൻ തിരുവഴുത്തിലൂടെ തന്നെ പറയാം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നോക്കുക, അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദാനങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ നമ്മൾ വിവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൈവമക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ. ആ പറഞ്ഞു തീരാത്ത ദാനം എന്തുവാ? നമ്മളോടുള്ള ബന്ധത്തിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ദാനങ്ങളെ ഞാൻ ഓർപ്പിക്കാം. ഞാനിവിടെ ഈ ആദ്യത്തെ ഈ 3 സമ്പത്തുകളിൽ ഒന്നാമത്തെ കാര്യമായിരിക്കുന്ന പറഞ്ഞു തീരാത്ത ദാനം എന്നുള്ള വിഷയത്തിൽ അത് എന്തൊക്കെയാണെന്ന് ഉള്ളതിനെക്കുറിച്ച് ഒരു 7 കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അറിയാമായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഇതൊരു റിവിഷനായിരിക്കാം. എന്നാൽ നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ ദാനം, പിതാവായ ദൈവം നമുക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നുള്ളതാണ് ഒന്നാമത്തെ ദാനം. നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ചെറിയ കാര്യമാണോ? പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ നമുക്ക് നൽകിയതാണ് ഈ ദാനം. അപ്പോൾ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നു. അപ്പോൾ പിതാവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ നമുക്ക് വേണ്ടി എന്താണ് നൽകിയത്? നമുക്കറിയാം, ദൈവം സ്നേഹം തന്നെ. ഈ ലോകത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ബൈബിളാണ്. ചിന്തിക്കുക, സ്നേഹത്തെക്കുറിച്ച് പറയുന്ന പലരും കണ്ടേക്കാം, എന്നാൽ ദൈവം സ്നേഹം തന്നെ എന്ന് പഠിപ്പിക്കുകയും ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ വേദപുസ്തകമാണ്. നോക്കണം, അപ്പം ദൈവം സ്നേഹം തന്നെ എന്ന് നമ്മൾ 1 യോഹന്നാൻ 4:8 4:16 വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ആ സ്നേഹത്തെ ദൈവം എങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്? അത് 1 യോഹന്നാൻ 3:16 വായിക്കുന്നുണ്ട്. തൻ്റെ പ്രാണനെ നൽകി നമ്മളെ സ്നേഹിച്ചു. നോക്കണം, തൻ്റെ പ്രാണനെ നൽകിയാണ് നമ്മളെ സ്നേഹിച്ചത്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ നമുക്ക് വേണ്ടി അല്ലറ ചില്ലറ എന്തെങ്കിലും തന്ന് നമ്മളെ സ്നേഹിക്കുകയല്ല ചെയ്തത്. പിന്നെയോ സ്വർഗത്തിലെ സന്തോഷത്തിന്റെ മണിമകുടമായിരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ അവിടെ നമുക്ക് വേണ്ടി നൽകി. അയ്യോ, അതെത്ര വലിയ ദാനമാണ്! നമ്മളൊന്ന് ചിന്തിക്കണേ. എന്തിനു വേണ്ടി നൽകി? നമുക്ക് വേണ്ടി മരിക്കുവാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണം മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. സ്നേഹം കൊടുക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും കർത്താവ് പിതാവായ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവമുള്ളവരെ, ആ സ്നേഹത്തിന്റെ ആഴം നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഭാവികളായ നമ്മളെ, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്ന നമ്മളെ, ഒരു രീതിയിലും ദൈവത്തോട് അകന്നുപോയ അങ്ങനെയുള്ള ബലഹീനരായ നമ്മളെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം അതെത്ര വലുതാ പ്രിയമുള്ളവരെ. ദൈവം സ്നേഹിച്ചതുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകിയ ദാനം ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചു. ആ ദാനം എത്ര വലുതാണ്! നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ
അവിടുന്ന് നമുക്ക് തൻ്റെ ഏകജാതന പുത്രനെ നൽകി. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയങ്ങൾ പോരല്ലോ. ഞാനത് വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ പറയുക. അപ്പോൾ ഏതൊരു പാപിയും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ അംഗീകരിക്കണം. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരുടെ മേൽ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. ഈ ലോകത്തിൽ വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഈ സുവിശേഷത്തിലൂടെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പൗലോസ് 2 തിമോഥെയോസ് 2:8 പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സുവിശേഷം കേൾക്കുമ്പോൾ, ഈ നല്ല വാർത്ത കേൾക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ പാപികളായ സകല ആദാമ്യ സന്തതികൾക്കും കടപ്പാടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം, ന്യായവിധി എന്നാൽ അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ മേൽ വന്ന് ഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ വായിക്കുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നോക്കുക, അപ്പോൾ അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു പാപിക്ക് ന്യായവിധി വന്നു കഴിയുന്ന ഭയങ്കരമല്ലേ? നമ്മൾ ചിന്തിക്കണം. എന്നാൽ റോമാലേഖനം 8:9 വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അവര് ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. ദൈവം തന്ന ഈ നല്ല ദാനത്തെ കൈക്കൊള്ളുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവർ നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. എത്ര മനോഹരമാ! ദൈവം തന്ന ദാനത്തിന്റെ വലിപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അതെ, നമ്മൾ എത്ര സന്തോഷത്തോടെ ഇരു കരങ്ങളും നീട്ടി അത് സ്വീകരിക്കാനിടയായി തീരും. നമുക്കത് കഴിയുന്നുണ്ടോ? ഇന്നും പലരും ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തത് അവർക്ക് ഈ ലോകം വളരെ ഇമ്പമായി തോന്നുന്നതുകൊണ്ടാണ്. അവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഈ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നല്ല ദാനത്തെ നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ടോ? ഈ നല്ല ദാനത്തെ അംഗീകരിച്ച് സ്വീകരിച്ച് അതിലൂടെ നമുക്ക് ലഭിക്കേണ്ട നിത്യജീവനെ നമ്മൾ പ്രാപിച്ച്, ആ നിത്യസന്തോഷം പ്രാപിച്ച്, നിത്യസമാധാനം പ്രാപിച്ച് ഒരു പ്രത്യാശാപൂർണമായ ഒരു ജീവിതമാണോ നയിക്കുന്നേ? അത് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അറിഞ്ഞു തീരാത്ത ദാനങ്ങളിൽ ഒന്നാമത്തെ ദാനം അത് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് നൽകി എന്നുള്ളത്. അങ്ങനെ നൽകിയിട്ടും നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടുവോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. യഥാർത്ഥമായിരിക്കുന്ന രക്ഷാനുഭവം നമുക്കുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഓരോ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. അപ്പോൾ വിശ്വാസത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിൽ കാണപ്പെടുക, അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദൈവം തന്ന ഈ നല്ല ദാനത്തെ ഞാൻ ഇരുകാരങ്ങളും നീട്ടി സ്വീകരിച്ചൊരു ദിവസമുണ്ടോ? ഞാൻ ക്രിസ്തുവിലായി തീർന്നിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിട്ടുണ്ടോ? ഇത് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ നല്ല ദാനത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറും. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് സകലവും കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാണ് ഈ ദാനത്തെ നമ്മൾ കൈക്കൊള്ളുമ്പോഴുള്ള അനുഭവം. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ സക്കായിയുടെ ജീവിതത്തിൽ ലൂക്കോസ് 19-ാം അധ്യായം. അവിടെ സക്കായി തന്റെ ഭവനത്തിലേക്ക് യേശുവിനെ കൈക്കൊണ്ടപ്പോൾ തന്റെ ജീവിതം മാറുകയാണ്. നോക്കുക,
നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച, യഥാർത്ഥമായും മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു നല്ല ചിത്രമാണ് സക്കായി. സക്കായിയോട് ദൈവം ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവന്റെ ഹൃദയം കർത്താവിന് കൊടുത്തപ്പോൾ, അവന്റെ ഭവനം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാണ്, കർത്താവേ, ഞാനിതാ എന്റെ സമ്പത്തിൽ പകുതി സമ്പത്ത് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ആരോടെല്ലാം പിടിച്ചു വാങ്ങിയിട്ടുണ്ടോ അതിന്റെ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഉടനെ കർത്താവോടെ എന്താ പറഞ്ഞേ? ഇവനും അബ്രഹാമിന്റെ മകൻ. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നോക്കുക പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞില്ല. എന്നാൽ കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ ജീവിതം അവനൊരു പുതിയ സൃഷ്ടിയായി എന്ന് അവന്റെ ഈ പ്രഖ്യാപനങ്ങൾ അത് വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. എത്ര അത്ഭുതകരമല്ലേ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ഈ കർത്താവിനെ കൈക്കൊണ്ടപ്പോൾ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എന്നിൽ മാറ്റമുണ്ടായോ? എനിക്ക് പാപക്ഷമയുടെ അനുഭവം ഉണ്ടോ? ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിയോ? ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കർത്താവിനെ നമുക്ക് പിതാവ് ദാനമായി തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പഴയ അവസ്ഥയിലായിരിക്കാൻ വേണ്ടിയല്ല. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ ക്രിസ്തുവിലാക്കി വെക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:30 വായിക്കുന്നത്, ഈ അവിടുന്ന് നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചു, ഈ ക്രിസ്തു നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പുമായി തീർന്നു. 1 കൊരിന്ത്യർ 1:30. ഞാനിന്ന് ചോദിക്കട്ടെ, ഇന്ന് യഥാർത്ഥമായിട്ടും അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? ഈ ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ നീതി. ഞാൻ എൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് നീതിമാനാകുകയല്ല, ഞാൻ കർത്താവിനുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ നീതി എൻ്റെ നീതിയായി മാറുകയാണ്. സ്വർഗം അങ്ങനെ കണക്കിടുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ നീതി, കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ വിശുദ്ധി. എത്ര വലിയ കാര്യമാണ്! അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ വരും. ക്രിസ്തുവിലായിരിക്കുന്ന അനുഭവം, ക്രിസ്തുവിനെ ഈ ദാനം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ അനുഭവം എത്ര ഉത്കൃഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത് എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. ചിന്തിക്കണേ, എത്ര അനുഗ്രഹീതമായൊരു അനുഭവം. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു തീരാത്ത ദാനങ്ങളിൽ ഒന്നാമത്തെ ദാനം കർത്താവായ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകി എന്നുള്ളതാണ്. നമുക്ക് നൽകി, നമ്മളെ സ്നേഹിച്ചു. പിതാവ് നമ്മളെ സ്നേഹിച്ചു. അതിന് പരമായി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി. ഈ പുത്രൻ ഇന്ന് എന്നിലുണ്ട് എന്നുള്ള ആ പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഈ കർത്താവ് ഇന്ന് എന്നിലുണ്ടോ? എന്നോട് കൂടെ ഉണ്ടോ? എന്നിൽ വസിക്കുന്നുണ്ടോ? അത് വളരെ നമ്മളോട് തന്നെ നമ്മൾ പരിശോധിച്ചറിയണം. ഈ രണ്ടാമത്തെ ദാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. രണ്ടാമത്തെ ദാനം രക്ഷ എന്ന ദാനമാണ്. എഫേസ്യർ 2:8 നോക്കണേ. നമ്മളെല്ലാവരും വളരെ ഗഹനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം രക്ഷ എല്ലാവർക്കും ആവശ്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു. ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. ദൈവമുള്ളവരെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? അതൊരു വലിയ ചോദ്യമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരുവൻ ശിക്ഷിക്കപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ രക്ഷ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, മത്തായി 16:26, ഒരുവൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വെച്ച് നേടേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ ആത്മരക്ഷയാണ്. പ്രിയമുള്ളവരെ, ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞോ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ഇത് ദാനമായി ദൈവം നൽകിയിരിക്കുക. ഈ ദാനമായ രക്ഷയെ, അതുകൊണ്ടാണ് എബ്രായർ 2:3-4 വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പറയാൻ കാരണം. ഇത്ര വലിയ രക്ഷ. കാരണം മനുഷ്യന് തന്റെ പരിശ്രമങ്ങൾ കൊണ്ട് ഒരിക്കലും സ്വയം രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല.
അതുകൊണ്ട് ദൈവം ഇത് ദാനമായിട്ട് മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ഈ ദാനമായി ലഭിക്കുന്ന ഈ രക്ഷ ഞാൻ സ്വന്തമാക്കി എന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയുമോ? കാരണം നമുക്കറിയാം 49-ാം സങ്കീർത്തനം അതിന്റെ 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. നോക്കുക, മനുഷ്യനൊരിക്കലും സാധിക്കാത്ത ഈ രക്ഷ, ഈ വീണ്ടെടുപ്പ്, അത് ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. 2 കരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിക്കണ്ടേ? പാപിയായ ഒരു മനുഷ്യന്റെ പുറകെ കർത്താവ് നടക്കുക. മകനെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. റോമർ 10:13. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം പാപിയായ എനിക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കേൾക്കുന്നതിലൂടെ വെളിപ്പെടുത്തി തരും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ടോ? ഞാൻ പാപത്തിന്റെ ആ ഭയങ്കരമായ ശിക്ഷാവിധിയാകുന്ന നരക ശിക്ഷയിൽ നിന്നും ഞാൻ മോചനം പ്രാപിച്ചു, ഞാൻ വിടുവിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? ഈ രക്ഷയുടെ സന്തോഷം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? രക്ഷ ദാനമാണ്. കർത്താവായ യേശുവിനെ തന്റെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം രക്ഷ ദാനമായി നൽകിയ, നമ്മൾ അതിനെക്കുറിച്ച് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മുടേതായിരിക്കുന്ന യാതൊരു കർമ്മ പരിപാടികളിലേക്ക് പോകേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയണം. അനേക ദേവീദേവന്മാർ ചിലപ്പോൾ നമ്മളിൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ടാകാം. എന്നാൽ അവരൊന്നും ദേവന്മാരല്ല, അവർ യഥാർത്ഥ ദൈവങ്ങളല്ല, സത്യമല്ല. അതെല്ലാം നമ്മുടെ അറിവില്ലായ്മയിലൂടെ വന്ന ചില പിതൃപാരമ്പര്യങ്ങളായിരുന്നു. എന്നാൽ സത്യവചനം കേൾക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സത്യദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെ നാം അംഗീകരിക്കണം. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:22. അതിന് പ്രകാരം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ പരിപാവനമായ രക്തം ചൊരിഞ്ഞു. അവിടുന്ന് നമുക്ക് ഒരുക്കിയ ഈ വലിയ രക്ഷ, ആ രക്ഷ നമുക്ക് ദാനമായി തരികയാണ്. നോക്കുക, പറഞ്ഞു തീരാത്ത ദാനമല്ലേ പ്രിയമുള്ളവരെ ഇത്? നമുക്ക് ഏതെങ്കിലും നിലയിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നൊരു കാര്യമേ അല്ല രക്ഷ. കാരണം രക്ഷ ദൈവത്തിന്റെ ദാനം. അത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കണം. ഇന്ന് നമുക്ക് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ രക്ഷകനെ നമ്മുടെ കർത്താവായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ വിശ്വസിക്കുന്ന ആ വ്യക്തി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ജീവിക്കുന്ന ആ സത്യദൈവത്വത്തിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ഈ സകലവും ഉളവാക്കിയ സാക്ഷാൽ ദൈവം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 1 യോഹന്നാൻ 5:20 വായിക്കുന്നത് അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്നാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ നമ്മൾ ഈ സത്യദൈവത്തിൽ തന്നെയാണോ വിശ്വസിക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പ്രിയമുള്ളവരെ. അവിടുന്ന് മാത്രമാണ് ഏക സത്യം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ, എന്നേക്കും ഒരുപോലെയുള്ളവൻ, പോഷ്കില്ലാത്തവൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ രക്ഷകൻ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി തീർന്നിട്ടുണ്ടോ? ഈ യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മൾ വിശ്വസിച്ച് സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞോ? ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ മരിച്ചവരിൽ നിന്നും താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന്?
അങ്ങനെയുണ്ടെങ്കിൽ തിരുവചനം നമുക്ക് വാഗ്ദത്തം തരുന്നു, എന്നാൽ നീ നിശ്ചയമായും രക്ഷിക്കപ്പെട്ടിരിക്കും. എത്ര മഹനീയമായ കാര്യം! നമ്മൾ ചിന്തിക്കണേ, തിരുവചനത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ 12:3 എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തി ഈ ആത്മാവിലല്ലാതെ നമുക്ക് യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കാൻ കഴിയില്ല. അതും ഒരു വലിയ കാര്യമാവട്ടോ. അപ്പോൾ നിങ്ങളെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലാണെന്നും ദൈവവചനമാണെന്നുമുള്ള ബോധ്യത്തിൽ നിങ്ങൾ യഥാർത്ഥ ദൈവഭയത്തോടു കൂടി ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ഈ രക്ഷ സ്വന്തമാക്കാനായിട്ട് കഴിയും. എത്ര വിലപ്പെട്ട കാര്യമാണ്! മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം, എല്ലാം കൂടെ പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ദാനമാണ്. നോക്കുക, അപ്പോൾ പിതാവ് നമുക്ക് വേണ്ടി പുത്രനെ ദാനം ചെയ്തു, രക്ഷ ദാനം ചെയ്തു. ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകുന്നു. നമ്മൾ ചിന്തിക്കണം, ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതെന്നാണ്, നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദാനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5:32 വായിക്കുന്നവർ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവെന്ന്, അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് ഈ ആത്മാവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ, ഈ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ കർത്താവിൽ നമ്മുടെ കർത്തൃത്വം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം അവർക്ക് ലഭിക്കുക. ഇത് നമ്മൾ പ്രാപിക്കുന്ന വിധം വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 19:2 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് എഫേസോസിലുള്ള വിശ്വാസികളോട് പൗലോസ് ചോദിക്കുവാനിടയായത്. ഗലാത്യർ 3:2 ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്താലോ അതോ പ്രവൃത്തിയാലോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആർക്കും ഈ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ? വിശ്വാസത്താൽ. അത് ഗലാത്യർ 3:14 പറയുന്നുണ്ട്, അത് ആത്മാവെന്ന ദാനം വിശ്വാസത്താൽ പ്രാപിക്കുന്നു. വിശ്വാസത്താലാ പ്രാപിക്കുന്നേ. നിശ്ചയമായിട്ടും നമ്മൾ ഈ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമ്മൾ പ്രാപിച്ചുവോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്ന് പലരും പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ചെന്ന് പറയുമ്പോൾ തന്നെ ആത്മാവിന്റെ നടത്തിപ്പ് അവരിൽ കാണുന്നില്ല, ആത്മാവിന്റെ ഫലം കാണുന്നില്ല. അത് വളരെ വഞ്ചനാത്മകമായ കാര്യമാണ്. നമ്മൾ വളരെ ഗൗരവമായി കാര്യം എടുക്കണം പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദൈവം നമുക്ക് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം കൊടുക്കുന്നതായിട്ടുള്ള പത്രോസ് പറയുക. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് എനിക്ക് ആ പരിശുദ്ധാത്മാവെന്ന ദാനം എനിക്ക് ലഭിച്ചോ? അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒന്നാമത്തെ പറഞ്ഞു തീരാത്ത ദാനങ്ങളിൽ ഒന്ന്, ആ ഒന്നാമത്തെ കാര്യത്തിൽ 7 കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതിലൊരു 3 കാര്യം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, നമുക്ക് പിതാവ് തന്റെ പുത്രനെ ദാനമായി നമുക്ക് നൽകി നമ്മൾ നിത്യജീവൻ പ്രാപിക്കുവാൻ. 2, രക്ഷ ദാനമായിട്ട് നൽകി. 3, പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് നൽകി. പറഞ്ഞു തീരാത്ത ദാനങ്ങളല്ലേ പ്രിയമുള്ളവരെ? ഇതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുമോ? ആർക്കും കഴിയില്ല. നമ്മൾ അറിയപ്പെടുന്ന അംബാനിക്കോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ മറ്റ് ഇലോൺ മസ്കിനോ ആർക്കും കഴിയില്ല. ലോകത്തിൽ ഒരു ധനവാനും കഴിയില്ല പ്രിയമുള്ളവരെ, ഒരു ബുദ്ധിരാക്ഷസനും കഴിയില്ല. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തരികയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. കർത്താവ് ഈ വചനങ്ങളെയൊക്കെ കേട്ട് ഇതൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനായിട്ട് എന്തുമാത്രം സമയങ്ങൾ വേണം അല്ലേ?
നമ്മളിതൊക്കെ ഒന്ന് ചിന്തിക്കണം പ്രിയവരെ. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടോ? നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമുക്കുണ്ടോ? നമ്മളറിയണം. നമ്മളതുകൊണ്ട് നമ്മുടെ തെരുവിനെ പരിശോധിക്കണം. പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം, മഹത്വം. അപ്പോൾ ഇന്ന് ഞാൻ 3 കാര്യം പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഒരു 4 കാര്യവും ബാക്കി 2 കാര്യവും കൂടെ കർത്താവ് സഹായിച്ചാൽ നാളെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ വീണ്ടും നമുക്ക് നാളെ കാണാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.